ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷനുകൾ കാണാം. ഫസ്റ്റ് വരുന്ന ബാഗ് ഇതുപോലെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ റിബൺ കെട്ടിയതുപോലെ ഒരു പൂക്കെട്ട് പോലെയാണ് ഇതിന്റെ ഡിസൈൻ. രണ്ട് വള്ളി ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ? ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇത് റെക്സിനിലുള്ള ബാഗാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന് രണ്ട് കള്ളിയാണ് ഉള്ളത്. ഇങ്ങനെ ഒരു കള്ളി, ഇങ്ങനെ ഒരു കള്ളി, പിന്നെ ഇതിന്റെ ഉള്ളിലും ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതില് നല്ല വലിയ വെള്ളം കുപ്പി തന്നെ, വെള്ളം കുപ്പി വെക്കാം, കൊട വെക്കാം, എല്ലാ സാധനങ്ങൾക്കും നമുക്ക് വെക്കാം. എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും. ഓഫീസിൽ പോണവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. അതുപോലെ കോളേജ് കുട്ടികൾക്ക് ബുക്കുകൾ വെക്കണമെന്നുണ്ടെങ്കിലും വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു അറയും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാഗിന്റെ വ്യൂ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. റെക്സിനിലാണെങ്കിലും നല്ല കൂടിയ ക്വാളിറ്റിയുടെ റെക്സിനാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പൂക്കെട്ട് പോലെയാണ് ഈ ബാഗ്. ഇതിന്റെ റേറ്റ് വരുന്നത് 650. ഇനി ഇതില് വരുന്ന വേറൊരു ഷെയ്ഡാണ് ഒരു കരിമ്പച്ച കളറ്, പിന്നെ ഒരു ഷാമ്പെയിൻ പിങ്ക് കളറ്, പിന്നെ ഒരു കോഫി ബ്രൗൺ കളറ്. ഇങ്ങനെ 4 കളറുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 650, 650. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇത് ഒരു ഷോൾഡർ ബാഗാണ്. നല്ല ഇറക്കത്തിലുള്ള ഷോൾഡർ വള്ളിയാട്ടോ. ഇതൊരു ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഷേപ്പ് കണ്ട, ഇതിന്റെ ഷേപ്പിന് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ്. ഇതിൽ ഒരു തരം ഒരു ഫ്ലോറിൽ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കൗഡൻ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിന്റെ സെന്ററിൽ, ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ സെന്ററിൽ ഇതുപോലെ 2 പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ 2 കള്ളികളാണ് ഇതിൽ വരുന്നത്. ഇതിലും നമുക്ക് വെള്ളം കുപ്പി, പിന്നെ കൊട, മൊബൈല്, എല്ലാ സാധനങ്ങളും ഇടാൻ പറ്റും. ഇതും റെക്സിനിൽ തന്നെ വന്നിരിക്കുന്ന ബാഗാണ്. പക്ഷെ ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. ഇതും അതേട്ടാ നല്ല സുഖമാണ്. ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന റെക്സിനൊന്നും അല്ല, നല്ലതാണ്. ഇത് നല്ല നീളമുള്ള വാറായിട്ട് വന്നിരിക്കുന്ന ഷോൾഡർ ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650. ഇനി ഇതിൽ തന്നെ വന്നിരിക്കുന്ന വേറെ വേറെ ഷെയ്ഡുകളാണ്. ഇതൊരു കൗഡൻ ഗ്രീൻ ഫസ്റ്റ് കാണിച്ചത്, പിന്നെ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്, പിന്നത്തെ ബാഗ് ഒരു പേസ്റ്റൽ പച്ചയും ബ്ലൂ ഒക്കെ കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ്. ഇതെല്ലാം സിംഗിൾ പീസുകളാട്ടോ. ഇതിന്റെ ഒന്നും സ്റ്റോക്ക് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സിംഗിൾ പീസുകൾ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇത് കുറെ ക്വാണ്ടിറ്റി ഇല്ല. ഈ കാണിക്കുന്ന സിംഗിൾ പീസുകൾ തന്നെയുള്ളൂ. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 650, 650. ഇനി ഇത് തന്നെ മോഡല്, ഇപ്പൊ ഈ കാണിച്ച ബാഗിന്റെ തന്നെ ഷേപ്പും കാര്യങ്ങളും എല്ലാം, ഇതും ഒരു പച്ചയാണ്, കരിമ്പച്ചയുടെ ഷെയ്ഡാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല ലെങ്ത് ഉള്ള ഷോൾഡർ ബാഗ് തന്നെയാണ്. ഇപ്പൊ തന്നെ കാണിച്ച ബാഗ് പോലത്തെ തന്നെയാണ്. പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ്, മറ്റേതിന് സെന്ററിൽ 2 പ്രസ് ബട്ടൺ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഉണ്ടായില്ല. ഇതിന് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് കൂടി ഉണ്ട്. അപ്പൊ ഈ ഫ്ലാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ബട്ടണാണ്. അത് തുറന്നു കഴിയുമ്പോൾ വീണ്ടും 2 കള്ളികൾ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിന്റെയും ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെയാണ് ഈ ബാഗിന്റെ വ്യൂ വരുന്നത്. മറ്റേ ബാഗിന്റെ ഡിസൈനിൽ നിന്ന് ഇതിനൊരു ഡിസൈൻ വ്യത്യാസമുണ്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഡിസൈന് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ഷേപ്പും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 650. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഇതും റെക്സിനിൽ തന്നെ വന്നിരിക്കുന്ന ബാഗാണ്. പക്ഷെ ഇതിന്റെ ആ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു ലെതർ ബാഗിന്റെ ഒരു ലുക്കാണ് ഈ ബാഗ് തരുന്നത്. ഇതും റെക്സിനിൽ വന്നിരിക്കുന്ന ബാഗ് തന്നെ, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള റെക്സിനാണ്. ഇതിന്റെ ഈ ഡിസൈൻ കാണുമ്പോൾ അറിയാം നമുക്ക് ഈ ലെതർ ബാഗുകളുടെ ഒക്കെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫ്ലാപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, ഇവിടുന്ന് ഇങ്ങനെ സ്ലാൻഡിങ് ഫ്ലാപ്പാണ് വന്നിരിക്കുന്നത്. ഇത് 2 പ്രസ് ബട്ടൺ ആണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്ലിംഗ് ബാഗ് ഉണ്ട്. നല്ല നീളമുള്ള സ്ലിംഗ് ആണ്.
അതുപോലെ ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലും 2 കള്ളിയാണ് ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കുപ്പി ഇടാം, കുടയും വെക്കാം കേട്ടോ. ഇങ്ങനെ 2 ഫ്ലാപ്പാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വീണ്ടും ചെറിയൊരു പോക്കറ്റ് കൂടി ഉണ്ട്. ഇതിപ്പോ പേപ്പറുകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നത് കാരണമാണ് ഞാൻ വെള്ളം കുപ്പി ഇട്ട് കാണിക്കാത്ത കേട്ടോ. ഇതും വെള്ളം കുപ്പി 500 ml വെള്ളം കുപ്പി കൊള്ളുന്ന ഒരു ബാഗാണ്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 565. ഇനി ഇതിൽ തന്നെ വരുന്ന വേറൊരു ഷെയ്ഡാണ് ടാൻ ബ്രൗൺ ഷെയ്ഡ്. ഒരു ഷെയ്ഡ് ടാൻ ബ്രൗൺ ആണ്, വേറെ ഒന്ന് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 565. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഒരു ബാഗ് കാണിച്ചു, ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഫ്ലാപ്പ്. അതിന്റെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലാപ്പും ഡിസൈനും കുറച്ച് ബാഗിന്റെ ഷേപ്പിനും കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ ഈ ഡിസൈൻ നോക്ക്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലെതർ ബാഗിന്റെ ഒരു ഫിനിഷിങ് തരുന്ന ഒരു ബാഗാണ് ഇത്. പ്രസ് ബട്ടൺ 2 ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ 3 കള്ളിയാണ് ഇതിൽ വരുന്നത്. ഒരു കള്ളി, ഇത് സ്ലിങ് ഉള്ളതാണ് കേട്ടോ. നല്ല നീളമുള്ള സ്ലിങ് ആണ്. ഇവിടെ ഒരു കള്ളി ഉണ്ട്, പിന്നെ സെന്ററിൽ വേറെ ഒരെണ്ണം, പിന്നെ ഇത് ഇങ്ങനെ 3 അറകളാണ് ഈ ബാഗിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 585. ഇതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ്, പിന്നത്തേത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ്, പിന്നത്തേത് ഒരു ടാൻ ബ്രൗൺ ആണ്. മറ്റേ ബാഗുകളിൽ കാണിച്ച പോലത്തെ തന്നെ 3 ഷെയ്ഡാണ് ഈ ബാഗുകളിലും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബാഗ് ഒരു ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ല ലെങ്ത്തിലാണ് ഷോൾഡറിന്റെ സ്ലിങ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തിലുള്ള ഒരു ബാഗാണ്. ഒരു ഷാമ്പെയിൻ പിങ്കിന്റെ കളറാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ കുറച്ച് ജൂട്ടിന്റെയും കൂടി മെറ്റീരിയൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇത് ബാക്ക് സൈഡ്. ബാക്കിൽ ഒരു സിബ് ഉണ്ട്. പിന്നെ ഇതിന് സെന്ററിൽ 2 സിബാണ് വന്നിരിക്കുന്നത്. ഇതിലും 500 ml വെള്ളം കുപ്പിയും പിന്നെ കണ്ണാടക്കൂട്, മൊബൈല്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലും കൊള്ളുന്ന ഒരു ബാഗാണ്. നല്ല ബാഗുകളാണ്. ഇതിന്റെ ഒരു പീസ്, ഇതിന് എല്ലാം സിംഗിൾ പീസാണ് കേട്ടോ. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് സിംഗിൾ പീസാണ്. അപ്പോൾ ഇതിൽ 2 പീസാണ് ആകെ ഉള്ളത്. ഇതെനിക്ക് ഇങ്ങനെ സിംഗിൾ പീസ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ 2ലും ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ. ഒരെണ്ണത്തിൽ വരുന്ന ഡിസൈൻ ഇത്, പിന്നത്തേൽ വരുന്ന ഡിസൈൻ ഇത്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 560, 560. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഒരു ബീച്ച് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ബാഗാണ്. നിയർ ടു ലെതർ ആയിട്ടുള്ള ഒരു ബാഗാണിത്. നല്ല സോഫ്റ്റ് ആണ്. നമുക്കത് പിടിച്ച് ടച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ഫീൽ അറിയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇങ്ങനെയാണ് ഈ ബാഗിന്റെ ഷേപ്പ് വരുന്നത്. ഇതൊരു ഫ്ലാപ്പാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് ഒരു സെന്റർ ഒരൊറ്റ കള്ളിയേ ഉള്ളൂ കേട്ടോ. ഈ ബാഗിന് ഒറ്റ കള്ളി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉള്ളില് വീണ്ടും വേറെ ഒരു പോക്കറ്റ് കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിന് ഓൾറെഡി ഇങ്ങനത്തെ ഒരു വാറാണ് വന്നിരിക്കുന്നത്. ഇത് ഈ വാറ് ടൈ ചെയ്തിരിക്കുന്നത് കണ്ടോ, അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ എൻ്റെ ഒരു സിൽവറും ഉണ്ട്. ഇനി ഈ വാറ് വേണ്ട എന്നുള്ളവർക്ക്, നീളം കൂടിയ വാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ലിങ്ങും കൂടി വേറെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലിങ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ഇങ്ങനെ നമുക്ക് പിടിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവുക. ഇത് നല്ലൊരു ബീച്ച് കളറാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1250. ഇത് സിംഗിൾ പീസാണ്. ഇതിൽ വേറെ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ്. പിന്നെ വരുന്ന ഷെയ്ഡ് ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡാണ്. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഈ ബാഗുകളിൽ വരുന്നത്. ഇത് 3 സിംഗിൾ പീസാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1250, 1250. നെക്സ്റ്റ് കാണിക്കുന്നത് ലെതറിന്റെ ഒരു പേഴ്സാണ്. ഇത് തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് കറക്റ്റ് സൈസ് കേട്ടോ. അപ്പം ചിലവരൊക്കെ ഇങ്ങനെ സൈസ് എത്രയുണ്ട്, എത്ര ഇഞ്ച് എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതില് വീഡിയോയിൽ കാണുന്ന കറക്റ്റ് സൈസ് തന്നെയാണ്. ഇത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നെയ്തതുപോലെ ഉള്ളൊരു ഡിസൈൻ ആണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബ് ഉണ്ട്. പിന്നെ ഫ്രണ്ടില് പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇത് ഒരു കള്ളി, പിന്നെ അതിന്റെ
ഇതിൻ്റെ ഉള്ളിൽ ഒരു സിബ്, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും സ്പേസ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വീണ്ടും സ്പേസ്, പിന്നെ വീണ്ടും സിബ് ഇട്ടിട്ടുള്ള ഒരു കള്ളിയുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് സ്പേസ്. പിന്നെ ഇനി അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വീണ്ടും ഒരു സ്പേസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസ വെക്കാം. ഇനി ഇതെല്ലാം കൂടാതെ ഇവിടെയും പൈസ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇതിലെല്ലാം കാർഡുകളും വെക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലെതർ പേഴ്സിന്റെ വ്യൂ വരുന്നത്. നല്ല പേഴ്സുകളാണ്. ലെതറിനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിൽ ഈ നല്ല ഡാർക്ക് കോഫി കളറിൽ ഒരു ബ്ലാക്കിന്റെ ഷെയ്ഡ് ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ല പേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 700 രൂപ. നെക്സ്റ്റ് കാണിക്കുന്നത് കുട്ടികൾക്ക്, അതായത് യൂണിസെക്സ് ആയിട്ട് ബോയ്സിനും ഗേൾസിനും ഉപയോഗിക്കാൻ പറ്റുന്ന, ചില പാരൻസ് ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു, അങ്ങനെയുള്ള ഷോൾഡർ ക്രോസ് ചെയ്തിടുന്ന തരം ബാഗുകൾ അവരെങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് കാണിക്കുമെന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നതാണ്. ഇത് ഒരു ടാൻ ബ്രൗൺ ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഫ്ലാപ്പ് ഉണ്ട്. ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു സെന്റർ കള്ളിയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിൽ നമുക്ക് നല്ലതുപോലെ പിള്ളേർക്ക് ഇതെടുത്ത് കഴിയുമ്പോഴാണ് നിറച്ചത്. ഇത്രയ്ക്കും സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്, നല്ലതുപോലെ സ്പേസ് ഉണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഒരു പോക്കറ്റ് ആണ് ഉള്ളത്. പിന്നെ ഷോൾഡറിന് സ്ലിങ്ങിന് ക്രോസ് ചെയ്തിടാനായിട്ടുള്ള തരത്തിലുള്ള നീളവും അതുപോലെ തന്നെ കുറച്ച് നല്ല വീതിയുമുള്ള ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 585. ഇനി ഇത് സെയിം പാറ്റേണിൽ ഒരു ഡിസൈൻ, ഒരു കളർ കൂടി ഉള്ളതാണ് കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഒരെണ്ണം ടാൻ ബ്രൗണും ഒരെണ്ണം കോഫി ബ്രൗൺ ആണ്. രണ്ടിന്റെയും റേറ്റ് വരുന്നത് 585, 585. നെക്സ്റ്റ് വരുന്നതും യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരം ബാഗാണ്. ആദ്യം കാണിച്ച ബാഗിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ബാഗാണിത്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഈ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്ന തരത്തില് നല്ല നീളവും അത്യാവശ്യം വീതിയുമുള്ള ബാഗാണ് കേട്ടോ. ഇതില് 2 കള്ളിയാണ് ഇതിൽ വരുന്നത്. ആദ്യം കാണിച്ചതിൽ സിംഗിൾ കള്ളിയായിരുന്നു, ഇതിൽ 2 കള്ളികളുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 610. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഞാൻ എടുത്ത് പറയാൻ മറന്നുപോയി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗുകളാണ്. ഇതിന്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഒരു കള്ളി വേറെ ഉണ്ട്. അപ്പോൾ ഈ ബാഗിന്റെ അതേ ഷേപ്പില് അതേ സൈസിലും വരുന്ന ഒരു കളർ കൂടി ഉള്ളത് ജെറ്റ് ബ്ലാക്ക് കളറാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, കവറിന്റെ ഉള്ളിൽ നിന്നേ ഉള്ളൂ. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതൊരു ടാൻ ബ്രൗണും കോഫിയുടെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടി കയറി വരുന്ന നല്ല 2 ഷെയ്ഡുകളാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 610. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ബോയ്സ് ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഷോൾഡറിൽ ഇടാം. പിന്നെ കഴുത്തിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെയും നമുക്ക് ഇത് ഇടാൻ പറ്റും. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂവും സൈഡിലൊരു കോപ്പറിന്റെ ഒക്കെ ഒരു ടിന്റാണ്. കോപ്പർ അല്ല, ഒരു ലൈറ്റ് കോപ്പറൊക്കെ കലർന്ന ഒരു കളറാണ്. പിന്നെ ഇനി അങ്ങനെയൊന്നും പിടിക്കണ്ട എന്നുള്ളവർക്ക് പിടിക്കാനായിട്ട് ഇതില് ഇങ്ങനെ ഒരു പിടുത്തം കൂടി ഇതിലുണ്ട്. പിന്നെ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് നമ്പറിന്റെ ഓപ്ഷനാണ്. ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ ഇതിലൊരു കള്ളിയുണ്ട്. പിന്നെ ഈ സെന്ററിലല്ല ഫ്രണ്ടില് ഒരു അറയുണ്ട്. പിന്നെ അത് കൂടാതെ ബാക്കിലും ഒരു അറയുണ്ട്. ഇത്രയും സ്പേസ് ആണ് ഈ ബാഗിന് വരുന്നത്. ഇതൊക്കെ നല്ല ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 820. ഇത് ബോയ്സ് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരുകളെല്ലാം ഉപയോഗിക്കുന്ന തരം ഒരു ബാഗാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് 820, 820. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ച ബാഗിന്റെ വേറെ ഒരു പാറ്റേൺ ആണ്. എല്ലാ സ്പെസിഫിക്കേഷനും USB കുത്താനും ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാനും അതെല്ലാം സെയിം ആണ്. ആ ബാഗും ഈ ബാഗും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് മറ്റേ ബാഗില് ഇവിടെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. ഇതില് ഫ്രണ്ടിലുള്ള ഈ ഒരു പോക്കറ്റിന് പുറമെ ഇതില് ഒരു പോക്കറ്റ് കൂടി
ഇവിടെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനം വെക്കാൻ പറ്റും. ബാക്കി എല്ലാ ഓപ്ഷനും സെയിം ആണ്. ഷോൾഡറിൽ ഇടണ്ടാത്തവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. പിന്നെ ഇതിവിടെ സൈഡിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. അത് കൂടാതെ വീണ്ടും ഇതില് ബാക്ക് സൈഡിൽ ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ബാഗിന്റെ റേറ്റ് വരുന്നത് 880. 2 ബാഗുകളാണ് ഈ ടൈപ്പിൽ കാണിച്ചത്. ആദ്യം വന്നതിന് 820, അതിന് ഫ്രണ്ടിലില്ല. ഇത് രണ്ടാമത് കാണിച്ചതിന് ഫ്രണ്ടിലും കൂടി ഒരു പോക്കറ്റ് വന്നിരിക്കുന്നത് കൊണ്ടാണ് അതിന് പ്രൈസിന്റെ വ്യത്യാസം വന്നത്. ഇതിന് 880. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്